പ്രിയപ്പെട്ടവരെ, ഷിരൂർ ദുരന്തത്തിന് നാളേക്ക് ഒരു വർഷമാവുകയാണ്. കനത്ത മഴയിൽ കുന്നിടിഞ്ഞുണ്ടായ അപകടത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനടക്കം 11 പേരാണ് അന്ന് ഷിരൂർ ദുരന്തത്തിൽ മരിച്ചത്. സമാനതകളില്ലാത്ത 72 നാൾ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെടുത്തത്. മാധ്യമങ്ങൾ ഉയർത്തിയ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് 3ാം ഘട്ടത്തിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് പല റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി AK അഭിലാഷ് ഷിരൂരിൽ നിന്നും തത്സമയം ചേരുന്നു. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അഭിലാഷ്, ഷിരൂർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. പല വാർത്തകളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വൈകാരികമായി നമ്മളൊരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അതിൻ്റെ നൈതികതയൊക്കെ പലരും വിമർശിച്ചു, ചിലരൊക്കെ അതിനോട് യോജിച്ചു. പക്ഷേ അപ്പോഴും ഷിരൂരിൽ ഇപ്പോൾ അർജുൻ നിൽക്കുമ്പോഴും അതേ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? ആ തണുപ്പ്, ആ മഴ, ഗംഗാവലിപ്പുഴ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്നു, ഒന്നും അറിയാതെ ഒഴുകിപ്പോകുന്നു, മറുഭാഗത്ത് ഇപ്പോഴും കുന്ന് അതേപടി നിൽക്കുന്നു അല്ലേ? ആ പഴയ കാഴ്ചകൾ തന്നെയാണല്ലേ ഷിരൂരിൽ നിന്ന് ഇപ്പോഴും നമുക്ക് കൊടുക്കാനുള്ളത്, അഭിലാഷ്? തീർച്ചയായിട്ടും അരുൺകുമാർ, പഴയ അതേ കാഴ്ചകൾ തന്നെയാണ്. അന്ന് ഏത് തരത്തിലായിരുന്നോ ഭീതി ജനിപ്പിച്ചത് അതേ രീതിയിലുള്ള കാഴ്ച ഗംഗാവാലി പുഴയിലേക്ക് നോക്കിയാൽ കാണാം. കുത്തി ഒഴുകുന്ന പുഴ, അത് ചുവന്ന നിറത്തിലാണ് ഈ പുഴ ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ മധ്യഭാഗത്ത് കാണുന്ന മൺകൂന അതുപോലെ തന്നെയുണ്ട്. അതടക്കം നീക്കിയിട്ടില്ല. ഏതായാലും ശക്തമായ കാറ്റും ശക്തമായ മഴയുമാണ് ഇന്നലെ രാത്രിയൊക്കെ നമുക്കിവിടെ അനുഭവപ്പെടാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ നമ്മൾ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ശക്തമായ കാറ്റുണ്ട്. അല്പം മഴ മാറി നിൽക്കുന്നു എന്നൊഴിച്ചാൽ അതേ കഴിഞ്ഞ വർഷത്തെ അതേ സാഹചര്യമായിരുന്നു ഇന്ന്. അതായത് 15-ാം തീയതി കഴിഞ്ഞ വർഷം 27 സെന്റിമീറ്ററോളമാണ് മഴ പെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്ര വലിയ ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ വർഷം പെയ്തത്. അതിൻ്റെ പിറ്റേന്നാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഈ കുന്നിൻ്റെ അതേ രീതി തന്നെ, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അപകടകരമായ അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ കുന്നിടിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 11 പേരാണ് അന്ന് ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. ഇതിൽ 9 പേരുടെ മൃതദേഹമാണ് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. 2 പേരുടെ, അതായത് ജഗദാദിൻ്റെയും ലോകേഷ് നായിക്കിൻ്റെയും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും 11 പേർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന 9 പേരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ഇത് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പുഴയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 4.5 കോടി രൂപ ഈ മണ്ണ് നീക്കുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുക. പക്ഷേ ഇപ്പോൾ പോലും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം വലിയൊരു നിസ്സംഗതയോടുകൂടിയായിരുന്നു ഇവിടെ രക്ഷാദൗത്യം നടന്നത്. പിന്നീട് നമ്മളടക്കം ഇവിടെ എത്തിയതിന് ശേഷമാണ് അന്ന് അരുൺ ഇവിടെ എത്തിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വേർ ഈസ് SP എന്നുള്ളത്. അത് ഇപ്പോഴും ഇവിടെ മുഴങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയേറെ ശക്തമായ അത്തരത്തിലുള്ള വാദഗതികളും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഇവിടെ നിലയുറപ്പിച്ചത്. 72 ദിവസം നമ്മളുടെ പ്രയത്നത്തിനൊടുവിൽ ഫലം കണ്ടെത്തപ്പോൾ അർജുന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ മലയാളിയെ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു നമ്മൾ നടത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നൈതികതയെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഈ കർണാടകയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് നേരെയായിരുന്നു നമ്മൾ വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം കൂടിയായിരുന്നു നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഏതായാലും ഈ പുഴയുടെ സ്ഥിതി ഇങ്ങനെയാണ്. ഈ പുഴയുടെ മണ്ണ് എത്രയും വേഗം എടുത്ത് മാറ്റണം. അത് മാറ്റുന്നതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനുഷ്യര് ഈ ആരും റിപ്പോർട്ട് ചെയ്യാനില്ലാതെ നിസ്സഹായരായിരുന്നു. അവരിൽ പലരും നമ്മളുടെ മുന്നിൽ വന്നെന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. ആ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവുമല്ലേ? മറുകരയിലേക്ക് ആ ക്യാമറയൊന്ന് നോക്കിയാൽ അവിടെയും വെള്ളം കയറിയ ഭാഗത്തെ ആളുകളും ഒക്കെ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ?
തീർച്ചയായിട്ടും ഷനിൽ ക്യാമറ ഒന്ന് നമുക്ക് അങ്ങോട്ട് നീക്കിയാൽ കാണാം. കാരണം അവിടെ 2-3 കുടുംബാംഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അന്ന് ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയിരുന്ന 5 പേർ മരിക്കാനിടയാക്കിയ ഒരു കുടുംബത്തിൻ്റെ വീടാണ് ആ കാണുന്നത്. അവിടെ ഇപ്പോൾ വീടില്ല എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാവുകയും വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് പലർക്കും ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ദുഃഖകരമായ കാര്യം. കോടതിയിൽ കേസുണ്ട്. 1 കോടി രൂപയാണ് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 25 ലക്ഷം രൂപ നൽകാം എന്ന് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതായുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നിരാലംബരായ ആളുകളാണ്. ദിവസം ജീവിക്കണമെങ്കിൽ കൂലി വേല ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വലിയ തരത്തിൽ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. അരുൺ, താങ്ക് യു അഭിലാഷ്. അവിടെ തുടരുക. നാളെയാണ് വാർഷികം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു. ഞാൻ അന്ന് കഴിഞ്ഞ തവണ നമ്മൾ ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വൈകാരികമായ നിമിഷങ്ങൾ വ്യക്തിപരമായും എനിക്കും സമ്മാനിച്ചതാണ് ഷിരൂർ. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ആ വീട്ടിൽ സന്ദർശനമൊക്കെ നടത്തുന്ന സമയമുണ്ടായി. എന്തുകൊണ്ടാണ് ഷിരൂരിൽ നിങ്ങൾ ഇത്ര താല്പര്യം കാണിച്ചത് എന്ന് പലരും എന്നോട് അതിനുശേഷം ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അവരോട് നേരിട്ട് വ്യക്തിപരമായി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ അത് പറയാം. കാരണം ആ ഷിരൂരിൽ ആ തെരച്ചിൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് രാത്രിയിൽ മടങ്ങുന്നതിനിടയിൽ വൈകുന്നേരം അർജുൻ്റെ അമ്മയുടെ ഒരു ഫോൺ കോൾ എനിക്ക് വരുന്നു. വല്ലാതെ കരയാണ്, നിർത്താതെ കരഞ്ഞുകൊണ്ട്. ആദ്യമായിട്ട് അമ്മ അന്ന് ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടൊരു ദിവസമായിരുന്നു. സ്വകാര്യമായി വന്ന ഫോണാണ്. അപ്പോൾ അന്ന് എല്ലാവരും എന്താ അവിടെ ചെയ്തത്, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് എന്നുള്ള ആ അമ്മയുടെ കരച്ചിലിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ തുടരാൻ തീരുമാനിക്കുന്നതും പിന്നീട് നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടുത്തെ നിസ്സംഗത റിപ്പോർട്ട് ചെയ്തേ മതിയാകൂ എന്ന് നമുക്ക് ബോധ്യമാവുന്നതും. നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കാര്യങ്ങൾ ഉണർന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ വാർത്താ സംഘം അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം പിന്നീട് ഒന്നും ഷിരൂരിൽ സംഭവിച്ചിട്ടില്ല കേട്ടോ. അത് അതേപടി നിൽക്കുകയാണ് ഇപ്പോഴും. അവരുടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ നഷ്ടപരിഹാരം അടക്കമുള്ള വിഷയങ്ങളിലും തീർപ്പായിട്ടില്ല. പക്ഷെ നമുക്ക് മടങ്ങിയല്ലേ പറ്റൂ. നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് തുടർന്ന് റിപ്പോർട്ട് ചെയ്യുക സാധ്യമല്ലല്ലോ. നമ്മുടെ അർജുൻ്റെ കാര്യം കഴിഞ്ഞ് നമ്മൾ മടങ്ങി എന്ന മട്ടിലായി പിന്നീട് കാര്യങ്ങൾ. 1 വർഷത്തിനു ശേഷം നമ്മളവിടെ പോകുമ്പോഴും കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ആ MLA-ക്കെതിരെ വലിയ കേസൊക്കെ വരികയും ഒക്കെ ചെയ്തതും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും, സതീഷ് കൃഷ്ണസേനെതിരെ. എങ്കിലും അന്ന് നമുക്കൊപ്പം പ്രവർത്തിച്ച, പിന്നീട് ഉണർന്ന് പ്രവർത്തിച്ച ജില്ലാ ഭരണകൂടവും ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് നാരായണയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘവും ഈ ഘട്ടത്തിൽ നമ്മളുടെയൊക്കെ നന്ദി അർഹിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വളരെ വൈകിപ്പോയ ഒരു തിരച്ചിലായിരുന്നു അവിടെ നമ്മൾ കണ്ടത്.